താങ്ക് യു ഫോർ ബീങ് ദെയർ. ഓ താങ്ക് യു ഫോർ ബീങ് യുവർ സെൽഫ്. കണ്ടിന്യൂ ഇറ്റ്. അയ്യോടാ. നന്ദി, നമസ്കാരം. Those are meaningful words. എന്താ ഇവിടെ സംഭവിച്ചത്? എന്നെ തീരെ കണ്ടില്ലോ. ഞാൻ കണ്ടു എന്താ ചെയ്തേ? ഇവിടെയാ കവിള കുഴപ്പമില്ല. അത് ഞാൻ കുറെ കണ്ടു. ഓക്കെ, അപ്പൊ Yes. ആര്യക്ക് എന്താണ് തിരിച്ച്? ഭയങ്കര ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ. ഭയങ്കര സോഫ്റ്റ് ആണ്, സോഫ്റ്റ് സ്പോക്കൺ ആണ്. ഉം. അപ്പൊ എനിക്ക് കല്യാണം കഴിക്കാനേ പ്ലാൻ ഇല്ല ഒന്നാമത്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇവൻ അല്ലെങ്കിൽ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു 100% ഉറപ്പാണ്. ഇഫ് നോട്ട് യു ഐ വുഡൻ ഗെറ്റ് മാരിഡ് എന്നുള്ളത്. അത് Nobody. നോബഡി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. കാരണം ഇങ്ങനെ വൈറലാവുന്നു, സെൻസേഷൻ ആവുന്നു, ഒറ്റയടിക്ക് കുറെ പ്രഷർ വരുന്നു, കാണാത്ത പലരെയും കാണുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരുന്ന ഒരാളല്ല. പല സമയങ്ങളിൽ ഞാനിങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവൻ ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹിയിൽ നിന്ന് വന്ന് എനിക്ക് ഭക്ഷണം വാങ്ങിച്ച് വായിൽ വെച്ച് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ മൊമെന്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇടയില്. അപ്പോഴും ഈ പറഞ്ഞ പോലെ കല്യാണം എന്ന് ആലോചിക്കുന്നില്ല. അബീനെ പറ്റി പെട്ടെന്ന് എനിക്ക് മനസ്സിലങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സാധനമാണ് തലയിൽ വരുന്നത്. കാരണം എപ്പോഴും ഞാനിങ്ങനെ പുറത്തിങ്ങനെ ഓടിച്ചാടി തുള്ളിച്ചാടി കളിക്കുന്ന ഒരാളാകുമ്പം അകത്ത് ചിലപ്പം വിഷമമുള്ള സമയങ്ങളിൽ ആരും ഇല്ലാത്ത പോലെ തോന്നുമ്പോഴത്തേക്ക് ആദ്യം അബിയാണ് വരുന്നത്. ഞാൻ അഭിഷേക് എന്ന് വിളിക്കാറില്ല, SS എന്നാണ് വിളിക്കാറ്. പ്രിയപ്പെട്ട SS, ദിസ് ഇസ് ഫോർ യു. ഐ ഹോപ്പ് വി ഹാവ് ലോട്ട്സ് ഓഫ് കിഡ്സ് ടുഗെദർ. We take care of them together. I hope you finish your doctor studies soon so we can start our beautiful little family. അയ്യോ, പക്ഷെ ഒരു ഗംഭീര ഭയങ്കര നല്ല, അതെ, സ്വീറ്റ്. എന്തൊരു നല്ല വാക്കുകളായിരുന്നു Yeah, രണ്ടുപേരും പറഞ്ഞത്. നമ്മുടെ ഒക്കെ സോ ടച്ചിങ്. അതെ, എന്താണെന്നറിയോ, Thank you so യങ് much. ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പറഞ്ഞത്. അതെ. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഇത്ര സ്വീറ്റ് ആയ രണ്ടു പേർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ല രണ്ടുപേരും. രണ്ടുപേരും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് Surprise ചെയ്യണ്ടേ gift. നമുക്ക്? Yes. ഇവരുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്താ? രണ്ടുപേരുടെയും ബോക്സ് ഒരേപോലെ ഇരിക്കുന്നു. അതെ, ഇത് രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണോ വാങ്ങിയത്? സത്യം പറയട്ടെ, പറഞ്ഞോ? പൊതുവെ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്നത് മേടിക്കുന്നത് ഇവനാണ്. ആ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വളരെ അപൂർവ. എനിക്ക് പൊതുവെ പുറത്തിറങ്ങാൻ ഇഷ്ടമല്ല. ഇവന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രണ്ടും പുള്ളി തന്നെയാണ് ഓർഡർ ചെയ്തത്. അതായത് ഞാൻ സത്യം പറ. സത്യം പറ. അതെ, അഭിഷേക് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് എന്നാണ്? പഴക്കൊല. പഴക്കൊല. പഴക്കൊലയോ? വാഴയിലാന്ന് ആദ്യം പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചു. ഞാൻ കൊച്ചിയിലാണല്ലോ താമസിക്കുന്നത്. ആ. അപ്പൊ എന്റെ പഴയ ലവൊക്കെ പൊട്ടി കുളമായ സമയത്ത് അടുത്ത ആളെ ഡേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇവനാണ് എനിക്ക് പണ്ടേ അറിയാം. എനിക്കൊരു 5ാം ക്ലാസ് മുതൽ പരിചയമുണ്ട്. നമ്മൾ ഒരേ പാട്ട് ക്ലാസ്സിൽ പഠിച്ച് നല്ല ഫ്രണ്ട്സാ. വൺസ് ഇൻ 4, 5, 6 months ഒക്കെ ഇങ്ങനെ വിളിക്കും. ഞാനും വെറുതെ ഇരിക്കായിരുന്നു, ഇവനും സിംഗിൾ ആയിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞു, ആർ യു ഇൻ ഫോർ എ ഡേറ്റ് എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ പറഞ്ഞു, ശരി, February 2ാം തീയതി നീ കൊച്ചിയിലോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഒരു പഴക്കൊല സഞ്ചിയിലെടുത്തിട്ട് ഇങ്ങനെ വരിക മച്ച. അല്ല, സാധാരണ ഇങ്ങനെ റോസാപ്പൂ, ഗിഫ്റ്റ് കാർഡ് അതൊക്കെ കിട്ടുമ്പം എപ്പോഴും കിട്ടുന്ന സാധനമല്ലേ. ഇത് പഴക്കൊല ആയപ്പോ ഞാൻ ഇങ്ങനെ ഇവൻ ഇതെന്തോന്ന് എന്നുള്ള മോഡ്. എവല്യൂഷണറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എവല്യൂഷണറിയോ? വല്ലാത്ത revolution തന്നെ. എന്തായാലും പഴക്കൊല ഏറ്റു. നമുക്ക് ഒന്ന് അറിഞ്ഞാലോ? റിവീൽ ചെയ്താലോ? Yes. അൺബോക്സിംഗ്. റെഡി. രണ്ടുപേരും ഒരുപാട് വായിക്കും ആ. ആര്യ. അതുപോലെ തന്നെ പസിൽസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചിന്തകളെ ഡൈവേർട്ട് ചെയ്യലാണ് പ്രധാന ഉദ്ദേശം. വേണ്ട, നീ ബാക്കി പറഞ്ഞു. Okay. അപ്പം തുറന്നു കൊടുക്കാം. ഓക്കെ, ഒരുമിച്ച് തുറക്കാം. ഒരുമിച്ച് കൊടുക്കാം. ഇവൻ എനിക്ക് ഗിഫ്റ്റ് തന്നാ അതെനിക്ക്, ഞാൻ ഇവന് ഗിഫ്റ്റ് കൊടുത്താ അതും എനിക്ക്. അങ്ങനെയാണ് കേട്ടോ. Mother Mary comes to me by Arundhati Roy. And ഒരു സുഡോക്കു ഉണ്ട്. അഭിഷേക് തന്നെ വാങ്ങിച്ച ഗിഫ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് അഭിഷേക്. ഇതെന്താവും? അപ്പൊ അഭിഷേകിന് ആവശ്യമായിട്ടുള്ളത് പെർഫ്യൂംസ് ആയിരുന്നോ? അതെ, ചോക്ലേറ്റോ? ഇത് എനിക്ക് വീട്ടിൽ പോയി തിന്നാൻ വേണ്ടി ഞാൻ തന്നെ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തത്. ചെറിയ റിക്വസ്റ്റ് കൂടി ഉണ്ട്. നടക്കാനല്ലേ ഇങ്ങനെ. Rainbow.